നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകൾ എന്താണെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് അവരുടെ പേര് 3 തവണ ഉരുവിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അവർ ഇപ്പോൾ ആലോചിക്കുന്നു, അവരുടെ തെറ്റുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയതെന്ന്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലവർ വളരെയധികം വിഷമിക്കുന്നതായും കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായി കാണുന്നുണ്ട്. അവർ നല്ല ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണ്. അവർ ഈ റിലേഷൻഷിപ്പിൽ എടുത്ത തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റ് വന്നുപോയി. വീണ്ടും ഈ റിലേഷൻഷിപ്പ് പുതിയതായി ആരംഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് പക്വത ഉള്ളതായി കാണിക്കുന്നില്ല. അവർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞൊരു വ്യക്തി ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഡിസിഷൻ ഇപ്പോൾ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ എലോണായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരുപക്ഷേ മുന്നേ അവർക്കൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു തീരുമാനമെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പിനെ തകർക്കാൻ കാരണം. ഒരുപക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായി കാണിക്കുന്നില്ല. തേർഡ് പാർട്ടി എന്നുള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളും ആവാം. പക്ഷേ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ കഴിയാത്തൊരു സിറ്റുവേഷനും ആയിരിക്കാം. ഒരുപക്ഷേ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ആവാം. ഒരുപക്ഷേ വേറെ ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടതുമാകാം ഈ ഒരു സെപ്പറേഷന് കാരണം. ആ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളെ വിട്ടു പോയതല്ല. വളരെ സാഡായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ കെയറിങ്ങോ ഒന്നും ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ളതായി കാണുന്നില്ല. ഒരുപക്ഷേ അതും ആകാം നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം. പക്ഷേ അവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ വിട്ടുകളയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾ നൽകിയ സ്നേഹമൊന്നും അവർക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുള്ള വഴി ഒരുപക്ഷേ ആ വ്യക്തി കണ്ടുവച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള വഴി തുറന്നു തരും. അപ്പോൾ സത്യം തുറന്നു പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ഈ വ്യക്തി തന്നിട്ടുണ്ട്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയധികം അഡിക്ഷൻ ഉള്ളതായി കാണുന്നുണ്ട്. ആ അഡിക്ഷൻ അവർ വളരെയധികം യൂസ് ചെയ്തതായും കാണുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകാം. അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമായിരിക്കില്ല. ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം ഈ റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുള്ളത്. ആ വ്യക്തി വരുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അംഗീകരിക്കണം, നിങ്ങൾക്ക് സ്നേഹം തരണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റായിട്ട് കുറച്ച് നാളുകൾ ആയിട്ടുണ്ടാകാം. അവർ നിങ്ങളുമൊന്നിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ചില പ്ലാനുകൾ ഇടുകയാണ്. ഇപ്പോൾ അവർ ആലോചിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത നന്മകളാണ്. അവർ പോയ സമയം നിങ്ങളാണ് കൂടുതൽ വേദന അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തതായി കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവരുടെ ഈ പിന്മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചു പേർക്ക് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും പോയതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി നിങ്ങളെ കാണുന്നതിന് മുന്നേ വേറൊരു വ്യക്തിയുമായി റിലേഷൻ ഉണ്ടായതായി കാണുന്നുണ്ട്. അവരുടെ അടുത്തേക്ക്
തിരികെ പോയതായും കാണുന്നുണ്ട്. ഒരുപക്ഷെ അതും ഒരു കാരണമാകാം അവർ നിങ്ങളെ വിട്ടു പോയത്. കുറച്ചു പേർക്ക് ഒരു ഫാമിലി ഉള്ളതായി കാണുന്നുണ്ട്. ആ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാനും ആകാം അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ അവർക്ക് വേറൊരു മാരേജ് വീട്ടിൽ നോക്കുന്നും ഉണ്ടാവാം. യൂണിവേഴ്സ് പറയുന്നു, അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ കുറച്ചു പേർക്ക് അവരുടെ വ്യക്തി ഇതിനകം തന്നെ തിരിച്ചു വന്നതായി കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് 2 വീക്സിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നു നിങ്ങളൊരു പാവമാണെന്ന്, അവർക്ക് അധികാരമുള്ള ഒരു വ്യക്തിയും നിങ്ങളാണെന്ന്. പക്ഷേ അവർക്ക് നിങ്ങൾ അവരെ മുമ്പിൽ എപ്പോഴും താഴ്ന്നു നിൽക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് വളരെയധികം ഈഗോ ഉള്ളതായി കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതൊന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ അത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാകാം. അതല്ല, നിങ്ങളാണ് ആ വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ, ഞാൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തുന്നതാണ് എന്നാ വ്യക്തി പറയുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും. പക്ഷേ നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. കാരണം അവർ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ ഒരു തവണയും കൂടി ഉണ്ടായാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അവരുടെ സോൾ നിങ്ങളോട് പറയുന്നു അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ ക്ഷമിക്കണമെന്ന്. അവർ പറയുന്നു നിങ്ങൾ കരയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അന്ന് അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മറ്റുള്ളവരെ അസൂയ കൊണ്ടും ആവാം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായത്. ഇനി ആ വ്യക്തി വരുമ്പോൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലൂസ് നോക്കാം. ലെറ്റർ എ, വൈ, നമ്പർ 10, ചങ്ങനാശ്ശേരി, സെപ്പറേഷൻ, കൊല്ലം, ഓഗസ്റ്റ് മന്ത്, ഏജ് ഡിഫറൻറ്റ്, സിസ്റ്റർ, ലെറ്റർ എ, ലെറ്റർ പി, ലെറ്റർ വി, 9, ലെറ്റർ സി, പത്തനംതിട്ട, യെസ്, ജനുവരി 3333, ഓഗസ്റ്റ്, ഏരീസ്, ബ്രദർ, സ്ട്രോങ് ബോഡി, 33, ആലപ്പുഴ, കാസർഗോഡ്, ചീറ്റിംഗ് കാണുന്നുണ്ട്, കാപ്രിക്കോൺ, പാലക്കാട്, നമ്പർ 7, തിരുവാതിര നക്ഷത്രം, സെലിബ്രേഷൻ, ജെമിനി, 55, 43, 45, 28, ടെമ്പിൾ, ഓച്ചിറ, 12, ഡി, 39, 11, തിരുവല്ല, IT, സ്കോർപിയോ, 20, 1981, 1993, ഉത്രാടം നക്ഷത്രം, രേവതി നക്ഷത്രം, 43, 15, 11, 43,